ഹലോ, സിന്ദൂരപ്പൊട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇന്ദു ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. കാരണം വാസന്തി പറഞ്ഞിട്ടുള്ളത് നീലൻ രാധികയോടുകൂടി ഹോട്ടലിലേക്ക് പോകാൻ പറഞ്ഞിരിക്കുകയാണ്, അവന് വലിയൊരു ഓർഡർ കിട്ടിയിട്ട്. അത് കേട്ടപ്പോൾ തന്നെ ഇന്ദുവിൻ്റെ മുഖത്ത് ആകെ ടെൻഷനും സങ്കടവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പായസം മനസ്സിൽ ചിന്തിക്കുകയാണ്, നീലൻ രാധികയോട് പോകാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ രാധികയും വാസന്തിയും പരസ്പരം മുഖത്തോട് നോക്കിയിട്ട് ഇന്ദുവിന് കൊണ്ടു എന്നൊരർത്ഥത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ വാസന്തി ഒന്നും അറിയാത്ത പോലെ രാധികയോട് പറയുന്നുണ്ട്, എന്താണ് ഇത് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? അവന് പിന്നാലെ തന്നെ നിന്നോട് പോകാൻ പറഞ്ഞിട്ടല്ലേ അവൻ പോയത്? ആ മാമി, ഞാൻ ഇപ്പം തന്നെ പോവാം. അപ്പോൾ വാസന്തി ആണെങ്കിൽ ഇന്ദുവിനോട് പറയുന്നുണ്ട്, അതെന്താന്ന് വെച്ചാൽ നീലന് രാധിക കൂടെ അവൻ്റെ കൂടെ പാചകത്തിലുണ്ടെങ്കിൽ 10 ആൾ കൂടെ ഉള്ളതിന് തുല്യമാണെന്ന് അവൻ എപ്പോഴും പറയാറ്. അല്ലേടി, രാധികയോട് ചോദിച്ചപ്പോൾ രാധികയെ സമ്മതിക്കാണ്. അതേ മാമി. അപ്പോൾ ഇന്ദു ഇങ്ങനെ ചിന്തിക്കുകയാണ്, കാരണം താൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ടും നീലേട്ടൻ ഒരു വാക്ക് പോലും തന്നോട് പറഞ്ഞില്ലല്ലോ. ഇത്രയും വലിയൊരു ഓർഡർ കിട്ടിയിട്ട് തന്നെ അങ്ങോട്ടേക്ക് വിളിച്ചതും ഇല്ലല്ലോ എന്ന്. അപ്പോൾ വാസന്തി പറയുന്നുണ്ട്, ശരി ശരി, വേഗം പോവാൻ നോക്ക്. ഇനി ദിവസവും അവൻ്റെ കൂടെ കടയിൽ പോയി ഇരുന്നോളൂ. അപ്പോൾ ശരി മാമി, ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് രാധിക എഴുന്നേറ്റതും പായസം പോയിട്ട് ചേച്ചിയുടെ അടുത്തിരുന്ന് ചോദിക്കുകയാണ്, ചേച്ചി ഒരു കാര്യം ചോദിക്കട്ടെ? രാധികയെ കൂടി ദിവസവും പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നെ ചേച്ചിക്ക് ഇവരോട് ഏറ്റുമുട്ടാൻ ഒരു ക്രൈം പാർട്ട്ണറെ വേണ്ടേ? എടാ അറിവില്ലാത്തവനെ, എഴുന്നേറ്റ് പോവാൻ നോക്കടാ. ചേച്ചിയോട് ചോദിച്ച് എന്നെ വേണം പറയാൻ. അതും പറഞ്ഞിട്ട് പായസം എഴുന്നേക്കുകയാണ്. മാമി, ഞാൻ പോട്ടെ എന്ന് ചോദിച്ചിട്ട് രാധിക മാമിയെ തോണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ദുവിൻ്റെ അടുത്തെത്തിയ സമയത്ത് ഒന്ന് ആക്കിക്കൊണ്ട് ഞാൻ പോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ദുവിൻ്റെ ദേഷ്യം ഒന്നുകൂടി കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി തന്നെയാണ് രാധിക ഇന്ദുവിനെ ഒന്ന് വെറുപ്പ് പിടിപ്പിക്കുന്നത്. അവർ രണ്ടുപേരും പോയ സമയത്ത് ഇന്ദു ആകെ ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതൊക്കെ വാസന്തി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇന്ദു ഓട്ടോ എടുത്തിട്ട് അവൾക്ക് കിട്ടിയ സവാരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ മനസ്സ് നിറയെ രാധികയും നീലനും കൂടി ഒന്നിച്ച് നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഓർമ്മ വരുന്നത്. ആദ്യം അടുക്കളയിൽ വെച്ചിട്ട് അവൾ അവൻ്റെ ദേഹത്ത് വീണതും, പിന്നീട് ടെറസിന് മുകളിൽ വെച്ചിട്ട് വീണതും, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇന്ദുവിനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാറ്റിലും ഉപരി വാസന്തി പറഞ്ഞതുപോലെ നീലന് രാധിക കൂടെ ഉണ്ടെങ്കിൽ പാചകത്തിൽ 10 ആൾ കൂടെ ഉള്ളതിൻ്റെ സന്തോഷമാണ്. ശരിക്കും പറഞ്ഞാൽ ഓട്ടോ ഓടിക്കുന്നുണ്ടെങ്കിലും ഇന്ദുവിൻ്റെ മനസ്സ് മറ്റെവിടെയാണ് ഉണ്ടായിരുന്നത്. അവൾ ഇതൊക്കെ തന്നെ ചിന്തിച്ചുകൊണ്ട് ആകെ മനസ്സ് കലുഷിതമാക്കിക്കൊണ്ടാണ് വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു വളവ് തിരിഞ്ഞ് പോകുന്ന സമയത്ത് ചെറുതായിട്ടൊരു വണ്ടിക്കാരൻ അവളുടെ വണ്ടി തട്ടുവാണ്. അപ്പോൾ അയാൾ അവളെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. കണ്ണ് കാണുന്നില്ലേ, എങ്ങോട്ട് നോക്കിയിട്ടാണ് പോകുന്നത്? റൈറ്റിൽ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ലെഫ്റ്റിലാണോ വരുന്നത്? സോറി ചേട്ടാ, അറിയാതെ വന്നു പോയതാ. ഇന്ദു വേഗം തന്നെ മാപ്പ് പറയാണ്. അതുകൊണ്ട് തന്നെ അയാൾ കൂടുതൽ പ്രശ്നം വഷളാക്കാതെ വേഗം അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഇന്ദു അവളുടെ ട്രിപ്പിനടുത്തെത്തിയ സമയത്ത് അവരിങ്ങനെ പറയുന്നുണ്ട്, ഒരുപാട് നേരമായാലും ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യുന്നത്, ഇവരെ കാണുന്നില്ലല്ലോ. അവസാനം ഇന്ദുവിൻ്റെ ഓട്ടോ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ദു ആണെങ്കിൽ അവരവിടെ നിൽക്കുന്നത് പോലും കാണാതെ ഓട്ടോ എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. ഇതെന്താ ഇത്രയധികം വിളിച്ചിട്ട് അവർ കേൾക്കാത്തത്? എത്ര നേരമായി നമ്മൾ അവരോട് നിർത്താൻ പറയുന്നത്? അവരെന്താ കൈ കാണിച്ചിട്ട് നിർത്താതെ പോയത് എന്നൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട്. ഇന്ദു ശരിക്കും മറ്റൊരു ലോകത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. അതേസമയം ഹോട്ടലിലാണെങ്കിൽ രാധികയും പായസവും നീലനും പൂർണിയും ഡെക്ലേസും അതുപോലെ അവിടെയുള്ള ജോലിക്കാരനും എല്ലാവരും കൂടെ ചേർന്ന് തകൃതിയായിട്ട് പച്ചക്കറി അരിയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീലം വന്നിട്ട് ഡെക്കിനോട് പാചകം തുടങ്ങിയപ്പോൾ ചോദിക്കുന്നുണ്ട്, എടാ അളിയാ, നമുക്കവർ പറഞ്ഞ സമയത്ത് തന്നെ കൊടുക്കാൻ പറ്റില്ലേ? ഐറ്റമൊക്കെ ഒരുപാടുണ്ട്, എനിക്കെന്തോ ടെൻഷൻ ആവുന്ന പോലെ. നീ ഒന്നും പേടിക്കണ്ടടാ നീല, അതൊക്കെ നമുക്ക് സമയത്തിന് തന്നെ കൊടുക്കാം. അവർ രണ്ടുപേരും പാചകം ചെയ്യുന്ന സമയത്ത് പായസം പിന്നാലെ വന്നിട്ട് അണ്ടിപ്പരിപ്പൊക്കെ മോഷ്ടിച്ച് തിന്നതാണ്. അപ്പോൾ ഡെക്ക് ചിന്തിക്കുന്നുണ്ട്, പായസം ഉണ്ടാക്കുന്നതിന് മുന്നേ ഇതെന്താ പായസത്തിന് മണം വരുന്നത്? പായസം നീ അവിടെ എന്ത് ചെയ്യുക? അത് പായസത്തിലിടാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നോക്കാൻ വേണ്ടി വന്നതാ. എന്നിട്ട് കിട്ടിയോ? ഇല്ല, അതവിടെ കാണുന്നില്ല. തിന്നുകൊണ്ട് തന്നെയാണ് പായസം പറയുന്നത്. അപ്പോഴേക്കും പൂർണ്ണി അങ്ങോട്ടേക്ക് വന്നിട്ട് പായസം ഒളിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അയ്യോ, നിങ്ങളോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. നീലന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അത് പായസത്തിന് ഞാൻ പറ്റിയൊരു ജോലി തരാം. എന്താണെന്നറിയോ? 2 കിലോ പച്ചമുളകുണ്ട്, അത് മൊത്തം അരിഞ്ഞു വെക്ക്. 2 കിലോ പച്ചമുളകും ഇവിടെ ആവശ്യത്തിലുള്ളതാണ് കേട്ടോ, അതിനെടുത്ത് തിന്നരുത് എന്നൊക്കെ ഡെക്ക് പറയുന്നുണ്ട്. പൂർണ്ണയാണെങ്കിൽ നിങ്ങളെ ഇവിടെ നോക്കി നിൽക്കലാണ് എൻ്റെ ജോലി എന്ന് പറഞ്ഞിട്ട് പായസത്തിൻ്റെ കൈയും പിടിച്ചു വലിച്ച് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഡെക്ക് പറയുന്നുണ്ട് നീലനോട്, എങ്ങനെയാണ് കഴിക്കുന്നേ നോക്ക്, ഓരോന്നോരോ ഐറ്റം എടുത്തു കൊണ്ടുപോയിട്ട്. അതൊക്കെ വിടടാളിയാ. എനിക്ക് തോന്നുന്നത് സമയത്തിന് ഇതൊന്നും കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് ആകെ പേടിയാവാണ്. ഒരു 2-3 ആൾക്കാരെ കൂടെ നമുക്ക് വിളിച്ചു വരുത്തിയാലോ? എല്ലാത്തിലും ഉപരി കടയിലും 100-150 പേർക്കുള്ള ഭക്ഷണം വേണ്ടതല്ലേ? എന്തൊക്കെയാണെങ്കിലും അതൊക്കെ നമുക്ക് നോക്കാം, നീ ടെൻഷൻ ആവണ്ട. അപ്പോഴേക്കും രാധിക വിയർത്ത് കുളിച്ചിട്ട് കുറേ ഉരുളക്കിഴങ്ങൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വേവ് ഇത്ര മതിയോ നോക്കുന്നില്ലേട്ടാ? ഇത് മതി. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഞാൻ തോലുരിച്ചിട്ട് അമർത്തി വെക്കട്ടെ? ശരി, എങ്കിൽ പിന്നെ ഞാനിത് മുഴുവനായിട്ട് ഇടിച്ചു വെക്കാം എന്ന് പറഞ്ഞിട്ട് രാധിക പോവാണ്. അവൾ ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ജോലിയൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഡെക്കാണെങ്കിൽ അവളെ തന്നെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, കുഴപ്പമില്ല നീല, അവൾ ആത്മാർത്ഥതയോടുകൂടി ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. പായസത്തിൻ്റെ കൂടെ നിന്നിട്ട് എന്തെങ്കിലും പണി തരുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ സിൻസിയറായിട്ട് തന്നെ ചെയ്യുന്നുണ്ടടാ.
അതേടാ, അവൾ വന്നിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റില്ലായിരുന്നു. നിരനും അത് സമ്മതിക്കുകയാണ്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴേക്കും അവർ തന്ന ഓർഡർ അനുസരിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാണെന്ന് പറഞ്ഞിട്ട് ഓരോ ലിസ്റ്റ് പ്രകാരം ഡെക്ക് വായിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ റെഡിയായി എന്ന് അറിയിച്ചുകൊണ്ട്. അങ്ങനെ തൈരിന് വേണ്ടിയിട്ടുള്ള സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീലൻ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡെക്കും ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. ഏറെക്കുറെ അവരുടെ വർക്ക് അവിടെ പുരോഗമിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. പായസത്തിന് എട്ടിൻ്റെ പണിയും കൊടുത്തിട്ട് പൂർണ്ണി നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പായസം മുളകിൻ്റെ ഞെട്ടരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പച്ചമുളകാണ്. അപ്പോൾ അതിൽ പഴുത്തതൊക്കെ എടുക്കുന്ന സമയത്ത് പൂർണ്ണി പറയുന്നുണ്ട്, അയ്യോ പഴുത്തതൊന്നും വേണ്ട, എങ്കിൽ അത് താഴ്ത്തിടട്ടെ, അതൊക്കെ തനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. അപ്പോഴേക്കും പൂർണ്ണിക്ക് ഒരു കോൾ വന്നപ്പോൾ അവൾ എഴുന്നേക്കാൻ പോയപ്പോൾ പായസം കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല CCTV ക്യാമറ എങ്ങോട്ട് പോവുക? എനിക്ക് പ്രധാനപ്പെട്ടൊരു ഫോൺ ചെയ്യാനുണ്ട്. അല്ല, നിങ്ങളുടെ കണ്ണിൻ്റെ താഴെ എന്താ പറ്റിയത്? പൂർണ്ണി ചോദിച്ചപ്പോൾ പായസം കൈവച്ചിട്ട് നോക്കുവാണ് എന്തായതാ നോക്കാൻ. അപ്പോൾ മുളകിൻ്റെ കൈയായത് കാരണം അയാളുടെ കണ്ണ് നന്നായിട്ട് എരിഞ്ഞിട്ടുണ്ടായിരുന്നു. പൂർണ്ണി മനഃപൂർവ്വം അയാൾക്കിട്ടൊരു പണി കൊടുത്തതാണ്. പൂർണ്ണി അവിടെ നിന്ന് പോയ തക്കം നോക്കിയിട്ട് നീലൻ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പായസത്തിനടുത്ത് വന്നിട്ട് രാധിക കുറച്ച് കാര്യങ്ങൾ ചെവിയിൽ സ്വകാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. രാധിക പറഞ്ഞ രഹസ്യം മുഴുവനായിട്ട് കേട്ടതിന് ശേഷം പായസം പറയാണ്, അതാണ് ഞാനും കരുതിയത്. വീട്ടിൽ നീ ഭക്ഷണം കഴിച്ച പാത്രം പോലും കഴുകി വെക്കാറില്ലല്ലോ. ഇവിടെ വന്നിട്ട് ഇത്രയും ആത്മാർത്ഥതയോടുകൂടി മേക്കപ്പൊക്കെ പോകുന്ന അളവിൽ വേർത്ത് ജോലി ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാനും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ, ഇതാണ് നിന്റെ മനസ്സിലിരിപ്പ് അല്ലേ? അതേ പായസം, ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ? ആ, മനസ്സിലായി. നീ ധൈര്യമായിട്ട് പോയിക്കോ. ഈ സീരിയലിൻ്റെ ക്യാമറാമാൻ തന്നെ എനിക്ക് മുന്നിൽ തോറ്റുപോകും. ഞാൻ വെക്കാൻ വേണ്ടി പോകുന്ന ഫ്രെയിം അത്തരത്തിലുള്ളതായിരിക്കും. രാധിക അവളുടെ ഫോണ് പായസത്തിനെ ഏൽപ്പിച്ചിട്ട് പോവാണ്. അവൾ മനസ്സിൽ വ്യക്തമായൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് അതിൽ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ക്യാമറയും പായസമൊക്കെ എവിടെയാണെന്ന് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം നീലൻ തൻ്റെ തൊട്ടടുത്തുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് രാധിക അതിൽ നിന്ന് കുറച്ചെടുത്ത് കണ്ണിലേക്ക് വിതറുകയാണ്. ആ, എൻ്റെ കണ്ണ് നിലേട്ടാ. അപ്പോഴേക്കും നീലൻ വേഗം ഓടി വന്നിട്ട് രാധിക എന്താ പറ്റിയത് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എൻ്റെ കണ്ണിൽ പൊടി പോയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ കണ്ണ് തുറക്കാൻ പറ്റാതെ ചെയ്യാണ്. അപ്പോൾ വേഗം തന്നെ നീലൻ അവളുടെ കണ്ണിലേക്ക് ഊതി കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് പായസം അത് ക്യാമറയിൽ പകർത്തുവാണ്. ശരിക്കും കാണുന്ന സമയത്ത് നീലൻ അവൾക്ക് ഉമ്മ കൊടുക്കാൻ വേണ്ടി പോകുന്ന പോലെയുണ്ട്. ഉമ്മ വെക്കുന്ന പ്രതീതിയിൽ തന്നെയാണ് രാധിക ബാക്കിയുള്ള ഭാഗത്ത് പോസ്റ്റ് ചെയ്യുന്നതും. അപ്പോൾ പായസവും ക്യാമറയിൽ എടുത്തുകൊണ്ട് പറയുന്നുണ്ട്, അമ്പോ അടിപൊളി ഷോട്ടാണ്, ഇനി തുറന്നു നോക്ക്. ആ, കുഴപ്പമില്ല നീലേട്ടാ, എങ്കിൽ ശ്രദ്ധിച്ചിട്ട് ജോലി ചെയ്യും. അതും പറഞ്ഞിട്ട് നീലൻ അങ്ങോട്ടേക്ക് പോവാണ്. രാധികയ്ക്ക് വേണ്ടുന്ന ഷോർട്സുകളൊക്കെ കൃത്യമായിട്ട് പായസം എടുത്തിട്ടുണ്ടായിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ പായസം എടുത്ത ഫോട്ടോകളൊക്കെ നോക്കാൻ വേണ്ടി രാധിക അയാളുടെ അടുത്തേക്ക് പോവാണ്. ഓരോ ഫോട്ടോ നോക്കുന്നതോറും രാധികയ്ക്ക് തന്നെ നാണം തോന്നുന്നുണ്ടായിരുന്നു. പായസം സൂപ്പർ ആക്കിയിട്ടുണ്ട്. രാധികയോട് മദ്യപിക്കാൻ പണം ചോദിച്ചപ്പോൾ പിന്നീട് തരാമെന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞയക്കുകയാണ് പായസത്തിനെ. എന്നിട്ട് രാധിക ആ ഫോട്ടോ നോക്കിയിട്ട് പറയാണ്, അയ്യോ ഈ ഫോട്ടോ കാണുന്ന സമയത്ത് എനിക്ക് എന്നോട് തന്നെ അസൂയ തോന്നുന്നു. അയ്യോ, ഇത് കാണുമ്പോൾ നിനക്ക് എങ്ങനെ സഹിക്കും ഇന്ദു? ഈ ഫോട്ടോ കണ്ടിട്ട് നീ ആ വീട്ടിൽ നിന്നും പോവാൻ റെഡി ആയിക്കോ. എന്നിട്ടത് കൃത്യമായിട്ട് ഇന്ദുവിന് തന്നെ വാട്സപ്പ് ചെയ്യാണ്. ക്യാപ്ഷൻ ഉണ്ടായിരുന്നു, വിത്ത് ലവ് നീലേട്ടൻ. ഇന്ദു ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോണിൽ മെസ്സേജ് വന്ന ടോണ് കേൾക്കുന്നത്. അവൾ വേഗം തന്നെ ഫോൺ എടുത്ത് നോക്കുവാണ്. രാധിക അയച്ച ഓരോരോ ഫോട്ടോകൾ മറിച്ച് നോക്കുന്നതിനനുസരിച്ച് ഇന്ദുവിൻ്റെ ആ ഒരു ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ശരിക്കും ഒരു ഭ്രാന്തിയെ പോലെയാണ് ഓട്ടോയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും അവൾ ഓട്ടോ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, ഇന്ദു കണ്ടു എന്ന് മനസ്സിലായപ്പോൾ രാധികയ്ക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമായി. രാധികയെ ഉമ്മ വെക്കുന്ന നീലൻ്റെ ഫോട്ടോ വീണ്ടും നോക്കുന്തോറും ഇന്ദുവിന് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തെത്തിയപ്പോഴേക്കും ഇന്ദുവിൻ്റെ കയ്യിൽ നിന്നും കൺട്രോൾ പോയിട്ടുണ്ടായിരുന്നു. അവളുടെ വണ്ടി ഒരു മതിലിന് കൊണ്ടുപോയി ഇടിച്ച് ഇന്ദു ഓട്ടോ മറിഞ്ഞു വീഴാണ്. ഇന്ദുവിൻ്റെ ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആളുകളൊക്കെ ചുറ്റും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം വീട്ടിലാണെങ്കിൽ ശാലിനി മറ്റൊരു ലോകത്താണ്. അവൾ ആകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. കാരണം അരവിന്ദിൻ്റെ വാക്ക് അവളെ അത്രയും അധികം മുറിവേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏയ് ശാലിനി എൻ്റെ ഫ്രണ്ട് മാത്രടാ. അതുമാത്രമല്ല, അവൻ്റെ അമ്മയോട് പറഞ്ഞ വാക്കുകളും, ഇല്ല അമ്മ, ഞാൻ ഏത് പെൺകുട്ടികളുടെ കൂടെ പോവാനാ, ഞാൻ ആൺകുട്ടികളുടെ കൂടെ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ അന്ന് കൂളായിട്ടാണ് നന്നായിട്ട് കള്ളം സംസാരിച്ചത്. അപ്പോൾ ശാലിനി ചിന്തിക്കുന്നുണ്ട്, ഇന്നിപ്പോൾ അറിയാത്ത കൂട്ടുകാരോട് പോലും ഏതോ ഒരു ഫ്രണ്ട് എന്ന് പറയുന്ന ഇവൻ നാളെ വലിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്നെ നടുത്തെരുവിൽ ഒറ്റയ്ക്ക് വിടില്ല എന്നെന്തോ ഉറപ്പ്. എന്തോ ഭാഗ്യത്തിലാണ് എനിക്ക് ഇപ്പോഴെങ്കിലും അവൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റിയത്. കൃത്യസമയത്താണ് ദൈവം എനിക്ക് അവൻ്റെ സ്വഭാവം കാണിച്ചു തന്നത്. അപ്പോഴൊക്കെ അരവിന്ദ് ഇങ്ങനെ അവളെ കോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവൾ ഓരോ കോളും റിജക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ശാലിനിയുടെ മനസ്സിൽ അവനോടുള്ള ദേഷ്യവും വൈരാഗ്യവും പോലെയാണ് അവൾക്ക് തോന്നുന്നത്, വെറുപ്പ് പോലെയൊക്കെ. അവൾ ചിന്തിക്കുന്നുണ്ട്, അവൻ്റെ അമ്മയും എൻ്റെ അമ്മയും ഇത്രയേറെ പകയുണ്ടെന്ന് അറിഞ്ഞിട്ടും എന്തിൻ്റെ പേരിലാണ്, എന്ത് ധൈര്യത്തിലാണ് ഞാൻ അവനോട് ഇത്രയും അടുത്തിടപഴകി സംസാരിച്ചത്? എൻ്റെ അമ്മയോ മറ്റോ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ. എന്തായാലും ഭാഗ്യം കൊണ്ട് എനിക്ക് കുറച്ച് മുമ്പ് തന്നെ അവൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റി. ശാലിനി ആകെ ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും മറ്റേതോ ലോകത്ത്
ഭാഗത്താണ്. അങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ വാസന്തിക്ക് മനസ്സിലാവുന്നുണ്ട് ശാലിനി എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അവളെ എന്തായാലും ഒന്നുകൂടെ വെറുപ്പ് പിടിപ്പിക്കാൻ തന്നെയാണ് വാസന്തിയുടെ തീരുമാനം. എന്തൊരു ഗമേല വന്നിവിടെ ഇരിക്കുന്നത്. ഒരു കാര്യത്തെക്കുറിച്ച് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത പെണ്ണാണെന്നാണ് തോന്നുന്നത്. എന്തൊക്കെ പറഞ്ഞിട്ടാണ് ആ രുക്മിണി വളർത്തിയെന്ന് ആർക്കറിയാം. ഏയ്, അത് കേട്ടിട്ടും ശാലിനി നോക്കുന്നില്ല. എടി, നിന്നെയാ വിളിച്ചത്. 3 നേരം ചോറ് തിന്നിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുന്നത്? എന്തോ ഒരുപാട് പഠിച്ചിട്ട് ജോലിയൊക്കെ ചെയ്യുന്ന ആളെ പോലെയാണല്ലോ ഇരിക്കുന്നത്. ഒരു ജോലിയും ഇല്ലാതെ വെറുതെ ഇരിക്കുകയല്ലേ. വീട് നോക്ക്, എവിടെയൊക്കെയാ പൊടി പിടിച്ചിരിക്കുന്നതെന്ന്. ഒരു പണിയും ഇല്ലാതെ ഇങ്ങനെ വന്നപ്പോൾ തൊട്ട് വെറുതെ ഇരിക്കുകയല്ലേ. പോയിട്ട് വീടൊക്കെ വൃത്തിയാക്ക്. ശാലിനി ഒന്നും മറുത്തൊന്നും പറയുന്നില്ല. അവരെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്താടി നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? വീട് ഞങ്ങൾക്കും കൂടി അവകാശമുള്ളതാണ്. ഇറങ്ങി പോവില്ല എന്നൊക്കെ വാശിയോടെ പറഞ്ഞാൽ മാത്രം മതിയോ? പോയിട്ട് വീട് വൃത്തിയാക്കുക കൂടി ചെയ്. വീട് വൃത്തിയാക്കാനൊന്നും അറിയില്ല, വെറുതെ അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോളും. അപ്പോഴേക്കും ശാലിനി എഴുന്നേറ്റ് പോവാണ്. വീട് വൃത്തിയാക്കുകയെങ്കിലും ചെയ്യട്ടെ, അറ്റ്ലീസ്റ്റ് വേലക്കാർക്ക് കൊടുക്കുന്ന പണമെങ്കിലും ലാഭമാവും. വാസന്തി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അവർ പറഞ്ഞത് കേട്ടതുകൊണ്ട് ശാലിനി പോയിട്ട് ഗ്ലാസും പാത്രങ്ങളും ഒക്കെ എടുത്ത് തുടച്ച് വൃത്തിയാക്കി പൊടിയൊക്കെ പോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവളുടെ കൈ തട്ടിയിട്ട് അവിടുന്ന് ഒരു ഗ്ലാസ്, ഒരു പാത്രം, ചില്ലിൻ്റെ പാത്രം താഴെ വീണ് പൊട്ടിപ്പോയി. അങ്ങനെ സംഭവിച്ചപ്പോൾ ശാലിനി ആകെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ശബ്ദം കേട്ടിട്ട് രുക്മിണിയും രാജേശ്വരി അങ്ങോട്ടേക്ക് ഓടിക്കെതച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നാലെ വാസന്തി വന്നിട്ടുണ്ട്. അയ്യയ്യോ, പുതിയ വീട്ടിൽ കൂടിയപ്പോഴേക്കും ചില്ലിൻ്റെ പാത്രങ്ങളൊക്കെ തട്ടിപ്പൊളിച്ച് വീടിന് ഐശ്വര്യക്കേട് ഉണ്ടാക്കി വെക്കുകയാണല്ലോ എന്നൊക്കെ അവർ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജേശ്വരി ശബ്ദം താഴ്ത്തിയിട്ട് രുക്മിണിയോട് പറയുന്നുണ്ട്, ചേച്ചി, ഇവളെന്തിനാ ഇങ്ങനത്തെ ജോലിയൊക്കെ ചെയ്തത്? ശാലിനി, നീ എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? രുക്മിണി ചോദിച്ചപ്പോൾ വാസന്തിയാണ് മറുപടി പറയുന്നത്. ഏത് നേരത്ത് വീട്ടിലേക്ക് കയറി വന്നു എന്നറിയില്ല. ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതനുസരിച്ച് വീട്ടിൽ അപശകുനം മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം വീട്ടിലുള്ളവർ നല്ലതായി തീരണം എന്നുള്ള ചിന്തയോട് ചെയ്താൽ മാത്രമല്ലേ. എന്നിട്ട് ശാലിനിയോട് പറയാണ്, കണ്ണാടിയുടെ ചില്ല് മുഴുവൻ ഉടഞ്ഞിട്ട് പല സ്ഥലത്ത് ചെതറിപ്പോയിട്ടുണ്ടാവും. എവിടെയെങ്കിലും നിലത്ത് പതിഞ്ഞു പോയാൽ ആളുകളുടെ കാലിന് തറക്കും. വലുതൊക്കെ പെറുക്കിയെടുത്തിട്ട് ബാക്കിയൊക്കെ നനഞ്ഞ തുണി വെച്ച് തുടച്ച് വൃത്തിയാക്കാൻ നോക്ക്. ഇതിനെയൊക്കെ വീട്ടിൽ വെക്കുന്നവരെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിറുപിറുത്തിട്ട് വാസന്തി അവിടുന്ന് പോകുന്നത്. അവർ പോയപ്പോൾ ശാലിനി അമ്മയോട് മാപ്പ് പറയാണ്. അമ്മ, സോറി അമ്മ, ഞാൻ ശരിക്ക് കണ്ടില്ല. ശരി, കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധയോടെ ചെയ്യട്ടോ. അപ്പോൾ രാജേശ്വരിയും വെപ്രാളത്തോട് പറയുന്നുണ്ട്, ചേച്ചി, നമ്മൾ താമസിക്കുന്ന വീട്ടിൽ ഇങ്ങനെ ഓരോ കണ്ണാടിച്ചില്ലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ അത് വീട്ടിലുള്ളവർക്ക് ആപത്താണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒന്നുമില്ല. നീ പോയിട്ട് തുടക്കാനുള്ള കോലും അതുപോലെ വെള്ളം എടുത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ശാലിനോട് തുണി വാങ്ങിച്ചിട്ട് ബാക്കി ഞാൻ ചെയ്തോളാം, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് രാജേശ്വരിയും രുക്മിണിയും തന്നെയാണ് വൃത്തിയാക്കുന്നത്. ആ സമയത്തൊക്കെ രുക്മിണിയുടെ മനസ്സിൽ ആരോടും പറയാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അവരിങ്ങനെ ചിന്തിക്കുകയാണ്, താമസിക്കുന്ന വീട്ടിൽ വെച്ചിട്ട് കണ്ണാടി ഉടയാൻ പാടില്ലല്ലോ. ദൈവമേ, ഇനി എന്തെങ്കിലും അനർത്ഥം സംഭവിക്കുമോ? അതേസമയം ഹോട്ടലിലാണെങ്കിൽ ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോഴേ അങ്ങോട്ടേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഓണർ വന്നിട്ടുണ്ടായിരുന്നു. ഫുഡിന് ഓർഡർ കൊടുത്ത ആൾ. ഒക്കെ റെഡിയായോ എന്ന് ചോദിച്ചപ്പോൾ നീലനും എല്ലാവരും സന്തോഷത്തോടു കൂടി പറയാണ്, ഒക്കെ റെഡിയായിട്ട് ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അനിയ, ഭക്ഷണമൊക്കെ നന്നായിട്ട് ചെയ്തിട്ടില്ലേ? വലിയ വലിയ ആളുകളാണ് അവിടെ വരുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ തന്നെ നിനക്ക് പുതിയ പുതിയ ഓർഡറുകൾ തരും. സർ, ഓർഡർ വീണ്ടും വീണ്ടും കിട്ടാൻ വേണ്ടി ചെയ്തതല്ല. ഒരു നേരത്തെ ഭക്ഷണമാണെങ്കിലും നല്ല തൃപ്തിയോടുകൂടിയും വൃത്തിയോടുകൂടിയും കൊടുക്കണം എന്നുള്ളതാണ് സർ ഞങ്ങളുടെ സന്തോഷം. 100 പേരുടെ ഭക്ഷണം മാത്രമല്ല, എക്സ്ട്രാ വെച്ചിട്ടുണ്ട് സർ. ഇനിയും എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സാർ പറഞ്ഞു വിട്ടാൽ മതി, ഞങ്ങൾ കൊടുത്തു വിട്ടോളാം. ശരി, ഞങ്ങളെല്ലാം എടുത്ത് അവിടെ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അയാളുടെ വണ്ടി പോവാണ്. അപ്പോൾ ഓരോരുത്തർ ഓരോ കയ്യിൽ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ രാധിക എടുക്കാൻ പോയപ്പോൾ നീലം പറയുന്നുണ്ട്, രാധിക, നീ അവിടെ വെച്ചേക്ക്, വെയിറ്റ് ഉണ്ടാവും, ഞാൻ എടുത്തോളാം. രാധിക ഒന്നും എടുക്കാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. ബാക്കി എല്ലാവരും കയ്യിൽ ഓരോരോ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് അവരുടെ വണ്ടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. രാധികയും ആ ഒരു ഓണറും മാത്രമേ ആ സമയത്ത് കടയിലുള്ളൂ. എല്ലാവരും ഭക്ഷണം എടുത്ത് വെക്കുന്ന സമയത്ത് അദ്ദേഹം അവളോട് ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങളുടെ എല്ലാവരും കുടുംബക്കാരാണോ? അതെ സർ എന്ന് പറഞ്ഞിട്ട് രാധിക എല്ലാവരെയും അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. പായസത്തിനെയും ഡെക്ലേസിനെയും നീലനെയും പൂർണ്ണയും ഒക്കെ. തമിഴരുടെ ആചാരപ്രകാരം അമ്മാവൻ്റെ മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറപ്പെണ്ണാണല്ലോ. അപ്പോൾ രാധിക പരിചയപ്പെടുത്തി കൊടുത്ത കേട്ടപ്പോൾ അദ്ദേഹം വിചാരിച്ചത് നീലൻ്റെ ഭാര്യയാണ് രാധിക എന്നാണ്. നിങ്ങൾ ഭാര്യയും ഭർത്താവും ഒത്തൊരുമയോടുകൂടി ചെയ്യുന്നതാണല്ലേ, ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്നൊക്കെ അദ്ദേഹം അവരെ ആശീർവദിക്കുകയാണ്. പ്രതീക്ഷിക്കാതെ നീലനെ തൻ്റെ ഭർത്താവാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞപ്പോൾ തന്നെ രാധികയ്ക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം തോന്നുകയാണ്. അതെ സർ, ഒരുപാട് സന്തോഷമുണ്ട് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അദ്ദേഹത്തിന് നേരെ കൈകൂപ്പുവാണ്. അപ്പോഴേക്കോ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ എല്ലാ സാധനങ്ങളും വെച്ചിട്ട് നീലനും എല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളോട് നീലൻ പറയുന്നുണ്ട്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഒന്ന് കോൾ ചെയ്താൽ മതി, ഞാൻ വന്നിട്ട് പാത്രങ്ങളൊക്കെ എടുത്തോളാം. അതൊന്നും കുഴപ്പമില്ല, ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഞാൻ തന്നെ പാത്രങ്ങളൊക്കെ ഇവിടെ ഡെലിവറി ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് പണം നീലനെ ഏൽപ്പിക്കുകയാണ്. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് അയാൾ പോവുകയാണ്. അപ്പോൾ അവർ പോയപ്പോൾ നീലൻ സന്തോഷത്തോടെ ഡെക്കിനോട് പറയുന്നുണ്ട്, നമ്മൾ ഉള്ള ആൾക്കാർ വെച്ചിട്ട് പാചകമൊക്കെ സമയത്തിന് തീർക്കാൻ പറ്റുമെന്ന് ഞാൻ വല്ലാതെ ഭയന്നിട്ടുണ്ടായിരുന്നു ഡാഡിയ. എന്തായാലും ഒക്കെ സൂപ്പറായിട്ട് നടന്നിട്ട് പണവും കിട്ടിയല്ലോ.
ഓർഡർ പോലെ തന്നെ വലിയ പണം തന്നെയാണല്ലോ കിട്ടിയതെന്നൊക്കെ ഡെക്ക് പുകഴ്ത്തുന്നുണ്ട്. എന്തായാലും ഇവിടെ അളിയാ, ഇനി നമ്മൾ ഹോട്ടലിൽ പഴയതുപോലെ ആളുകളെ കൂട്ടുന്നതിനേക്കാൾ നല്ലത് ഇതുപോലുള്ള ഫംഗ്ഷനുള്ള ഫുഡ് റെഡിയാക്കുന്നതായിരിക്കും നല്ലത്. അതൊക്കെ നമുക്ക് റെഡിയാക്കാടാ. അപ്പോൾ രാധിക പറയുന്നുണ്ട്, നീലേട്ടാ എങ്കിൽ ഞാൻ വീട്ടിലേക്ക് പോട്ടെ. എന്താ പെട്ടെന്ന് പോകുന്നത്? അല്ല, ജോലിയൊക്കെ കഴിഞ്ഞല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം നിൽക്ക് എന്ന് പറഞ്ഞിട്ട് പണവുമായിട്ട് അവൻ ദൈവത്തിൻ്റെ മുന്നിലേക്ക് പോവാണ്. എന്നിട്ട് അവിടെ വെച്ച് പണം പൂജിച്ചതിന് ശേഷം തിരിച്ചു വന്നിട്ട് രാധികയ്ക്ക് കുറച്ച് പണം എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നീലം പണം കൊടുത്തപ്പോൾ രാധികയ്ക്ക് ദേഷ്യം വരികയാണ്. നീലേട്ടാ, എനിക്കെതിരാ പണം തന്നത്? ഞാനെന്താ പുറത്തു നിന്നുള്ള ആളാണോ? ഇത് ഞാൻ നിനക്ക് തരുന്ന കൂലിയൊന്നും അല്ല രാധിക, നമ്മളെല്ലാവരും ചേർന്നിട്ട് ജോലി ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഷെയർ ഉണ്ട്, അതിൽ നിന്റെ ഷെയർ മാത്രമാണിത്. അപ്പോൾ രാധിക പുഞ്ചിരിച്ചുകൊണ്ട് പണം വാങ്ങിക്കുകയാണ്. പായസം ചൊറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നീല അപ്പം എനിക്ക് എന്തിനാ തലചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്നത്? അല്ല, എന്തെങ്കിലും കിട്ടിയാ നീ ഭാര്യ വലിച്ച് കഴിച്ച മുന്തിരിക്ക് വണ്ടിപ്പരിപ്പിനും നീ ഇങ്ങോട്ട് വേണം പൈസ തരാൻ. ഡെക്ക് കളിയാക്കുവാണ്. ഡെക്ലേസ്, ഒരു 500 രൂപ അധികം തരാൻ വേണ്ടി പറയടാ. നീല, ഒരു 500 രൂപ അധികം കൊടുക്ക്. അതായത് അവർക്ക് മദ്യപിക്കാനുള്ള പണവും കൂടി ചേർത്തിട്ടാണ് വാങ്ങിക്കുന്നത്. നീല അതുപോലെ തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു. ശരി നീലട്ട, എങ്കിൽ ഞാൻ പോവുകയാണ്. നിൽക്ക്, ഞാൻ ഓട്ടോ വിളിച്ചു തരാം. ഓട്ടോ ഒന്നും വേണ്ട, പായസം കൂടെ ഉണ്ടല്ലോ, ഞങ്ങൾ നടന്നു പോയിക്കോളാം. ശരി, ശ്രദ്ധിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് രാധികയും പായസം അവിടുന്ന് പോവാണ്. ഡെക്ക് പിന്നീന്ന് വിളിച്ചു പറയുന്നുണ്ട് രാത്രിത്തേക്ക് മദ്യപിക്കാനുള്ള കുപ്പിയൊക്കെ വാങ്ങിച്ചു വെക്കാൻ. രാധികയാണെങ്കിൽ വല്ലാത്ത സന്തോഷത്തിലാണുള്ളത്. പായസം ശ്രദ്ധിച്ചോ, നീലേട്ടൻ എനിക്ക് ഓട്ടോ പിടിച്ചു തരാമെന്നാ പറഞ്ഞത്, ഞാൻ നടക്കാതിരിക്കാൻ വേണ്ടി. രാവിലെ തൊട്ട് വേർത്തൊളിച്ച് പണിയെടുക്കുകയല്ലേ, ഓട്ടോ അല്ല, അവൻ തന്നെ ശരിക്കും പറഞ്ഞാൽ കൊണ്ടുപോയി വിടും. ആ സമയത്ത് നീലൻ്റെ കണ്ണുകൾ ഇന്ദുവിനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഗുഡ് ന്യൂസ് ഇന്ദുവിനോട് പറയാൻ നോക്കുമ്പോൾ ഇന്ദുവിനെ കാണുന്നില്ലല്ലോ. ഇനിയൊരു പക്ഷേ ഓട്ടോ കിട്ടിയിട്ട് പോയിട്ടുണ്ടാവും, സാരമില്ല വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ എടുക്കുകയാണ്. ആ സമയത്ത് ഇന്ദുവിൻ്റെ ഓട്ടോ ആണെങ്കിൽ അവിടെ റോഡ് സൈഡിൽ മറിഞ്ഞു കിടന്ന് ഇന്ദു അതിനകത്ത് തന്നെയാണുള്ളത്. ആളുകൾ ചുറ്റും കൂടിയെന്നല്ലാതെ ആരും അവളെ രക്ഷിക്കാൻ മുന്നോട്ട് വരുന്നില്ല. എല്ലാവരും നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ഓട്ടോക്കാരൻ വന്നിട്ട് അയാൾ അവിടെ നിർത്തിയിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇന്ദു അവിടെ മറിഞ്ഞു വീണ് കിടന്ന കണ്ടപ്പോൾ അയാൾ ദേഷ്യത്തോടെ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, ഇത്രയും പേര് ഇവിടെ ഒരു പെൺകുട്ടി ഇങ്ങനെ ആക്സിഡൻ്റ് ആയിട്ട് പെട്ട് കിടക്കുന്ന ആളുമ്പോൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണോ? ഓട്ടോക്കാരെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്രയും കേവലാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അയാൾ ദേഷ്യത്തോടെ ഇന്ദുവിനെ സഹായിക്കുകയാണ്. അയാൾ നേരെ ആംബുലൻസിനെ കോൾ ചെയ്തിട്ട് ഇന്ദു വീണ് കിടക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് നീലം വിളിക്കുമ്പോൾ റോഡ് സൈഡിലേക്ക് തെറിച്ച് വീണ ഇന്ദുവിൻ്റെ ഫോൺ ഇങ്ങനെ നിർത്താതെ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആരും തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നീലൻ ആകെ ടെൻഷനോടെ നിൽക്കുകയാണ്. സാധാരണ ഞാൻ വിളിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇന്ദു ഫോൺ എടുക്കാറുള്ളതാണല്ലോ, ഇത് 2-3 തവണ വിളിച്ചിട്ടും എടുക്കുന്നില്ലല്ലോ, എന്ത് പറ്റിയിട്ടുണ്ടാവും? ഒന്ന് മാലതി ചേച്ചി വിളിച്ചു നോക്കാം. അതേസമയം ഇന്ദുവിനെ ആംബുലൻസ് വന്നിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നീലം വന്നിട്ട് ഓട്ടോ സ്റ്റാൻഡിലുള്ളവരോട് ചോദിക്കുകയാണ് ഇന്ദുവിനെ കണ്ടോന്ന്. അപ്പോൾ അവർ രാവിലെ തന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല എന്ന് നന്ദിനി പറയുന്നുണ്ട്. സ്റ്റെല്ലയാണ് പറയുന്നത് അവൾക്ക് രാവിലെ വലിയൊരു ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അവളെ വിളിച്ചിട്ടൊന്നും അവളെ എടുക്കുന്നില്ല. സാധാരണ ഇന്ദു ഓട്ടോ ഓടിക്കുമ്പോൾ ഫോൺ എടുക്കാറില്ല നീല, ഫാത്തിമ പറയുന്നുണ്ട്. അതുമാത്രമല്ല, കൂടെ ഇരിക്കുന്ന കസ്റ്റമർക്ക് നമ്മൾ ഫോൺ എടുത്തിട്ട് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടണമെന്നില്ല. അവൾ പിന്നീട് വിളിച്ചോളുമായിരിക്കും, നിങ്ങൾ ടെൻഷൻ ആവേണ്ട. ഓട്ടം കഴിഞ്ഞാൽ ഇന്ദു തന്നെ വിളിക്കുമായിരിക്കും. സ്റ്റെല്ലയും അവരെ ആശ്വസിപ്പിക്കുകയാണ്. ശരി, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നിരാശനായിട്ടാണ് നീലൻ അവിടെ നിന്ന് പോകുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.